ഈശോയിൽ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ആത്മീയത ഒരു കറക്റ്റ് റൂട്ടിലാണെങ്കിൽ, ദൈവം ആഗ്രഹിക്കുന്ന ഒരു ആത്മീയ തലത്തിലാണ് നമ്മൾ ജീവിക്കുന്നതെങ്കിൽ, നമ്മളെ എന്തായാലും കർത്താവ് അനുഗ്രഹിച്ചിരിക്കും. അതിൽ യാതൊരു സംശയമില്ല. ദൈവം ആഗ്രഹിക്കുന്ന ആത്മീയ തലത്തിൽ നമുക്ക് എത്താനായിട്ട് പറ്റണം. ഒരിക്കലൊരു സഹോദരൻ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, അച്ഛാ, ഞാൻ പ്രാർത്ഥിച്ച് മടുത്തു. അദ്ദേഹം അനേകം ധ്യാനകേന്ദ്രങ്ങളിൽ പോയിട്ട് പ്രാർത്ഥിച്ചിട്ടുണ്ട്. അപ്പോൾ ധ്യാനകേന്ദ്രങ്ങളിൽ പോയി പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ സ്വാഭാവികമായിട്ട് ഓരോ ധ്യാനകേന്ദ്രങ്ങൾക്ക് ഓരോ പ്രാർത്ഥനാ പുസ്തകങ്ങളുണ്ട്. അപ്പോൾ അവിടെ വരുന്നവർക്കെല്ലാം ഈ പ്രാർത്ഥനാ പുസ്തകങ്ങൾ കൊടുക്കും. ആ ധ്യാനകേന്ദ്രത്തിൻ്റേതായിട്ടുള്ള പ്രത്യേക പ്രാർത്ഥനകളുണ്ടാകും. അപ്പോൾ ഇദ്ദേഹം ഈ പ്രാർത്ഥനകളെല്ലാം സ്വീകരിച്ചു. അനേകം ധ്യാനകേന്ദ്രങ്ങളിൽ പോയി പ്രാർത്ഥിച്ച് വ്യത്യസ്തമായിട്ടുള്ള പ്രാർത്ഥനകളെല്ലാം ചെയ്തു. എന്നിട്ടും ഇദ്ദേഹം പ്രാർത്ഥിച്ച നിയോഗത്തിൻ്റെ മേലെ ദൈവം ഇടപെടുന്നില്ല. അതുകൊണ്ട് ഇദ്ദേഹം വലിയ നിരാശയിലായിരുന്നു. അപ്പോൾ അദ്ദേഹം ഇനി എന്ത് ചെയ്യണമെന്നറിയാതിരിക്കുന്ന ഒരവസ്ഥയിലാണ്. ഇതുപോലെയുള്ള ആൾക്കാർ പലരും ഉണ്ട് ലോകത്തിൽ. അതായത് ഒത്തിരിയേറെ ധ്യാനകേന്ദ്രങ്ങളിൽ പോയിട്ട്, ശുശ്രൂഷ കേന്ദ്രങ്ങളിലൊക്കെ പോയിട്ട് വ്യത്യസ്തമായിട്ടുള്ള പ്രാർത്ഥനകൾ നടത്തുന്ന അനേകം ആൾക്കാരുണ്ട്. എന്നിട്ടൊന്നും അവരുടെ ജീവിതത്തിൽ കർത്താവ് ഇടപെടുന്നില്ല. അവസാനമൊക്കെ ആകുമ്പത്തേന് പിന്നെ പ്രാർത്ഥിച്ച് മടുക്കും. കാരണം എന്തോരെന്ന് വെച്ചാൽ പ്രാർത്ഥിക്കുന്നത്, ഈ പ്രാർത്ഥിച്ചിട്ട് നമുക്ക് അനുഗ്രഹങ്ങൾ കിട്ടാതിരിക്കുമ്പം സ്വാഭാവികമായിട്ട് എല്ലാ മനുഷ്യരും മടുത്തു പോകും. ദൈവം ആഗ്രഹിക്കുന്ന ഒരു ആത്മീയ തലത്തിലേക്ക് ഒരു മനുഷ്യൻ എത്തിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ മനുഷ്യൻ അനുഗ്രഹിക്കപ്പെടും. എല്ലാ വാതിലും എല്ലാ സമയവും ആ മനുഷ്യൻ്റെ മുന്നിൽ അടഞ്ഞിരിക്കത്തില്ല. ഏതെങ്കിലും ഒരു വാതിൽ ആ മനുഷ്യന് വേണ്ടിയിട്ട് കർത്താവ് തുറക്കും. പക്ഷേ ദൈവം ആഗ്രഹിക്കുന്ന ഈ ഒരു ആത്മീയ തലത്തിലേക്ക് ആ മനുഷ്യനെത്തണം. ഇനി എന്താണ് ഈ ആത്മീയത എന്ന് നമുക്ക് നോക്കാം. സഹോദരങ്ങളെ, ആത്മീയതയുടെ ഏറ്റവും കാതലായിട്ടുള്ള ഭാഗമെന്ന് പറയുന്നത് പ്രാർത്ഥനയല്ല. കുറേ പ്രാർത്ഥനാ പുസ്തകങ്ങളിലെ പ്രാർത്ഥനകൾ ഉരുവിട്ട് പ്രാർത്ഥിക്കുന്നത് മാത്രമല്ല യഥാർത്ഥ ആത്മീയത. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രാർത്ഥന വേണ്ടെന്നല്ല. കുറേ പ്രാർത്ഥനാ പുസ്തകങ്ങളിലെ പ്രാർത്ഥനകൾ എല്ലാ ദിവസവും ചെല്ലുന്നതല്ല പ്രാർത്ഥന. അല്ലെങ്കിൽ മറ്റു പല നൊവേനകൾ, പ്രത്യേകമായ പ്രാർത്ഥനകൾ, വിടുതൽ പ്രാർത്ഥനകൾ, തിരുരക്താഭിഷേക പ്രാർത്ഥനകൾ, അങ്ങനെ നിരവധിയായിട്ടുള്ള പ്രാർത്ഥനകളുണ്ട്. ഇതെല്ലാ ദിവസവും മുടങ്ങാതെ ചൊല്ലി പ്രാർത്ഥിക്കുന്ന ഒരു ആത്മീയ ജീവിതമല്ല യഥാർത്ഥ ആത്മീയ ജീവിതം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ പ്രാർത്ഥിക്കുന്നവരെ അല്ല ദൈവത്തിന് ഇഷ്ടം. ഹൃദയം തുറന്ന് സ്നേഹിക്കുന്നവരെയാണ് കർത്താവിന് ഇഷ്ടം. സ്നേഹത്തിൽ നിന്നുകൊണ്ട് പിന്നെ നമുക്ക് എന്ത് പ്രാർത്ഥന ചെല്ലാം, യാതൊരു കുഴപ്പമില്ല. ഇതെന്താ ഇവിടെ അനേകരുടെ ജീവിതത്തിലെ പ്രശ്നം എന്നറിയാമോ? ഒരു തരി ദൈവസ്നേഹം പോലും ഇല്ലാതെ കുറേ ഭൗതിക ആവശ്യത്തിന് വേണ്ടിയിട്ട് ദിവസേന കുറേ കെട്ടുകണക്കിന് പ്രാർത്ഥനകൾ പ്രാർത്ഥിക്കും. ഇതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ യാതൊരു ഉപകാരവും ഉണ്ടാകാൻ പോകുന്നില്ല. ഹൃദയത്തിൽ കർത്താവിനോട് അടുപ്പമൊന്നുമില്ലാതെ എത്ര പോളിഷാക്കിയ പ്രാർത്ഥന ചൊല്ലിക്കഴിഞ്ഞാലും ഭയങ്കര ഫ്ലവറി ആയിട്ടുള്ള ലാംഗ്വേജസ് ഒക്കെ ആയിരിക്കാം, അടിപൊളി പ്രാർത്ഥനകളൊക്കെ ആയിരിക്കാം. പക്ഷേ ഹൃദയത്തിൽ കർത്താവിനോട് ആത്മാർത്ഥമായ ഒരു അടുപ്പമില്ലാതെ ചെയ്യുന്ന ഏത് പ്രാർത്ഥനയും വിത്ത് ബിസിനസ് മൈൻഡാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രാർത്ഥിക്കുന്ന മുഴുവൻ ഭൗതിക നേട്ടത്തിന് വേണ്ടിയിട്ടാണ്. ദൈവത്തിനോടുള്ളൊരു പ്രത്യേക സ്നേഹമുള്ളത് കൊണ്ടോ ഹൃദയത്തിലൊരു അടുപ്പമുള്ളത് കൊണ്ടല്ല. അതെന്തെങ്കിലും കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ്. അത് കിട്ടിക്കഴിഞ്ഞ് കുറച്ചു കാലം കർത്താവിന് നന്ദിയും പറഞ്ഞ് നമ്മൾ നമ്മുടെ പാട്ടിന് പോകും. പിന്നെ ദൈവമായിട്ട് യാതൊരു ബന്ധവും ഉണ്ടാകില്ല. യെശയ്യാ പുസ്തകം 29-ാം അധ്യായം അതിൻ്റെ 13-ാം തിരുലിഖിതത്തിൽ വചനം വ്യക്തമായിട്ട് നമ്മളോട് പറഞ്ഞിരുന്നുണ്ട്. കർത്താവ് അരുൾ ചെയ്യുന്നു, ഈ ജനം വാക്കുകൊണ്ട് മാത്രം എന്നെ സമീപിക്കുകയും അധരം കൊണ്ട് മാത്രം എന്നെ ആരാധിക്കുകയും ചെയ്യുന്നു. ഇവരുടെ ഹൃദയം എന്നിൽ നിന്ന് അകന്നിരിക്കുന്നു. എൻ്റെ നേർക്കുള്ള ഇവരുടെ ഭക്തി മനഃപ്പാടമാക്കിയ മാനുഷിക നിയമമാണ്. അന്നെഴുതിയ വചനം ഈ കാലഘട്ടത്തിൽ പോലും എത്ര അർത്ഥവത്താണെന്ന് നോക്കിക്കേ. ഇന്ന് പല പ്രാർത്ഥനകളും ഹൃദയത്തിൽ മനഃപ്പാടമാക്കിയ ചില മാനുഷിക നിയമങ്ങളാണ്. നമ്മളോടും പലപ്പോഴും പലരും പറഞ്ഞു തരുന്നത് ഇതുപോലെയാണ്: ഈ പ്രാർത്ഥന ഇന്ന വിധത്തിൽ, ഇതുപോലെ ഇത്ര പ്രാവശ്യം ഇത്ര ദിവസം നമ്മൾ ചൊല്ലി പ്രാർത്ഥിക്കണം, എന്നാൽ മാത്രമേ അനുഗ്രഹം കിട്ടുള്ളൂ. പക്ഷേ ദൈവവചനം പറയുക, ഈ പ്രാർത്ഥനയൊക്കെ ചൊല്ലിക്കോ, നല്ലതാ. പക്ഷെ നിൻ്റെ ഹൃദയം ദൈവത്തിൽ നിന്ന് അകന്ന് നിൻ്റെ അധരം മാത്രമേ ദൈവത്തിന് വേണ്ടി ചലിക്കുന്നു എങ്കിൽ യാതൊരു അനുഗ്രഹം കിട്ടാനായിട്ട് പോകുന്നില്ല. ഈ ലോകത്തിലെ എന്തിനേക്കാൾ ഉപരിയായിട്ട് ദൈവത്തെ സ്നേഹിക്കാനുള്ള ഒരു ശക്തി, ആ ഒരു ആത്മീയ തലത്തിലേക്ക് ഒരു വ്യക്തി എന്ന് എത്തിച്ചേരുന്നോ അന്ന് മുതൽ ആ വ്യക്തിയുടെ ജീവിതത്തിൽ അനുഗ്രഹങ്ങളുടെ വാതിൽ തുറക്കും. ദൈവസ്നേഹത്തിൽ നിന്ന് കർത്താവിനെ സ്തുതിച്ചോ, ദൈവസ്നേഹത്തിൽ നിന്ന് എല്ലാ മനഃപ്പാടമാക്കിയ പ്രാർത്ഥനകളും നമ്മൾ ചൊല്ലിക്കോ, അതിന് ഇരട്ടി പവറുണ്ടാവും. പക്ഷേ കർത്താവിനോട് സ്നേഹമില്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വലിയ മുൻഗണനയോടുകൂടിയുള്ള സ്നേഹമില്ലാതെ നമ്മൾ എന്ത് പ്രാർത്ഥിച്ചാലും യാതൊരു ഉപകാരമില്ല. നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം കുറേ കണ്ണുനീരൊഴുക്കിക്കൊണ്ട് ഒരു കാര്യമില്ല പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് ആത്യന്തികമായിട്ട് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ആ വ്യക്തി പ്രാർത്ഥിക്കാനല്ല ആദ്യം പഠിക്കേണ്ടത്, ദൈവത്തെ, കർത്താവിനെ സ്നേഹിക്കാനാണ് ആദ്യം പഠിക്കേണ്ടത്. പഴയ നിയമത്തിൽ യഹൂദരുടെ ജീവിതത്തിൽ അവരെ ആദ്യം പഠിപ്പിച്ചത് ആരാധിക്കാനല്ല, അവരാദ്യം പഠിപ്പിച്ചത് പ്രാർത്ഥിക്കാനല്ല,
അവരെ ആദ്യം പഠിപ്പിച്ചത് കർത്താവിനെ സ്നേഹിക്കാനാണ്. യഹൂദ സമ്പ്രദായത്തിൽ ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ ആ കുഞ്ഞിൻ്റെ ചെവിയിൽ ആദ്യം ഓതി കൊടുത്തുകൊണ്ടിരുന്നത് പ്രാർത്ഥിക്കാനല്ല, കർത്താവിനെ ആരാധിക്കാനല്ല. ആ കുഞ്ഞിൻ്റെ ചെവിയിൽ ആദ്യം ഓതി കൊടുത്തുകൊണ്ടിരുന്നത് കർത്താവിനെ സ്നേഹിക്കാനാണ്. ആ വചനം നമ്മൾ കാണുന്നത് നിയമാവർത്തന പുസ്തകം 6-ാം അധ്യായം അതിന് 4-ാം തിരുലിഖിതം മുതലാണ്. വചനം പറയുന്നു, ഇസ്രായേലെ കേൾക്കുക, നമ്മുടെ കർത്താവ് ഒരേ ഒരു കർത്താവാണ്. നമ്മുടെ ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കണം. ഞാൻ ഇന്ന് കൽപ്പിക്കുന്ന ഈ വചനം നിങ്ങളുടെ ഹൃദയത്തിലുണ്ടാകണം. നിങ്ങളുടെ തലയിലല്ല, നിങ്ങളുടെ മനസ്സിലല്ല, നിങ്ങളുടെ ഹൃദയത്തിലുണ്ടായിരിക്കണം എന്ന് പറഞ്ഞാൽ ദൈവവുമായിട്ടുള്ളൊരു ഹൃദയടുപ്പം ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് ഈ സ്നേഹിക്കാനായിട്ട് പറയുന്നത്. അതിനുശേഷം വചനം പറയുന്നു, ജാഗരൂകതയോടെ ഇത് നിങ്ങളുടെ മക്കളെ പഠിപ്പിക്കണം. അപ്പോൾ എന്താണ് പഠിപ്പിക്കാൻ പറഞ്ഞിരിക്കുന്നത്? ആദ്യം പ്രാർത്ഥിക്കാനാണോ പഠിപ്പിക്കണ്ടേ? ആദ്യം ആരാധിക്കാനാണോ പഠിപ്പിക്കണ്ടേ? അല്ലെങ്കിൽ ആദ്യം പ്രാർത്ഥനാ പുസ്തകങ്ങളിലെ പ്രാർത്ഥനകൾ നന്നായിട്ട് കാണാപ്പാഠം പഠിച്ചുകൊണ്ട് കർത്താവിന് മുന്നിൽ പ്രാർത്ഥിക്കാനാണോ പഠിപ്പിക്കേണ്ടത്? അല്ല. വചനം പറയുന്നു, അവ ജാഗരൂകതയോടെ നിങ്ങളുടെ മക്കളെ പഠിപ്പിക്കണം. എന്ത്? കർത്താവിനെ സ്നേഹിക്കുവാനുള്ള കൽപ്പന ജാഗരൂകതയോടെ നിങ്ങളുടെ മക്കളെ പഠിപ്പിക്കണം. യഥാർത്ഥമായ ആരാധന, അർത്ഥവത്തായ ആരാധന എവിടെ നിന്നാണെന്നറിയാമോ? അത് ഹൃദയത്തിൽ നിന്ന് വരണം. ഇനി ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞുതരാം. വളരെ സിമ്പിളായിട്ടുള്ളൊരു പ്രാർത്ഥന, ഈശോ ഒത്തിരി ഇഷ്ടപ്പെടുന്ന ഒരു പ്രാർത്ഥനയായിരിക്കും. ദൈവ സാന്നിധ്യത്തിൽ വന്നു കഴിയുമ്പോൾ, ഒരു പള്ളിയിൽ വന്ന് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ, അല്ലെങ്കിൽ കർത്താവിന് മുൻപിൽ നമ്മളായിരുന്നു പ്രാർത്ഥിക്കുമ്പോൾ ആദ്യം നമ്മൾ പറയേണ്ടത് എന്നാണെന്നറിയാമോ? കർത്താവെ, നിന്നെ ഞാൻ സ്നേഹിക്കുന്നു. അതിങ്ങനെ നമ്മൾ കുറേ നാൾ പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ ദൈവമായിട്ട് നല്ലൊരു ബന്ധത്തിലേക്ക് നമുക്ക് അടുക്കാനായിട്ട് സാധിക്കും. മനുഷ്യർ സ്നേഹബന്ധം അറിയിക്കുന്നത് എങ്ങനെയാണ്? മനുഷ്യർ സ്നേഹബന്ധം അറിയിക്കുന്നത് സ്നേഹം പറഞ്ഞുകൊണ്ടാണ്. ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, ഐ ലവ് യു എന്ന് പറഞ്ഞു കഴിയുമ്പോഴാണ് ആ സ്നേഹം അറിയുന്നത്. നമ്മുടെ ഉള്ളിലെ സ്നേഹം കർത്താവിനോട് പറഞ്ഞറിയിക്കണം. കർത്താവെ, നിന്നെ ഞാൻ സ്നേഹിക്കുന്നു എന്ന് പറയണം. ഒരുപക്ഷെ നമ്മുടെ ഹൃദയത്തിൽ ആ സമയത്ത് വലിയ സ്നേഹമൊന്നും തോന്നിയാലായിരിക്കും. പക്ഷേ നമ്മളിങ്ങനെ കുറേ പ്രാവശ്യം ഉരുവിട്ട് പ്രാർത്ഥിക്കുമ്പോൾ ദൈവവുമായിട്ടുള്ള ഒരു ആഴമായിട്ടുള്ള സ്നേഹബന്ധത്തിലേക്ക് നമുക്ക് ഇറങ്ങി വരാനായിട്ട് പറ്റും. ഒരു നിമിഷം നമുക്ക് കർത്താവിൻ്റെ സന്നിധിയിൽ കണ്ണുകൾ അടച്ച് വലിയ ആത്മാർത്ഥതയോടെ ആയിരിക്കാം. വർഷങ്ങളായിട്ട് നമ്മൾ ചൊല്ലിയ പ്രാർത്ഥനകൾ, അധരം കൊണ്ട് ഉരുവിട്ട കുറേ പ്രാർത്ഥനകൾ മാത്രമായിരിക്കാം. സാരമില്ല. ഈ സമയം തമ്പുരാൻ്റെ മുൻപിൽ നമുക്ക് ക്ഷമ ചോദിക്കാം. കാര്യസാധ്യത്തിന് വേണ്ടിയിട്ട്, നമ്മുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് മാത്രം ദൈവത്തിന് മുൻപിൽ പോയ നിമിഷങ്ങളെ ഓർത്ത് നമുക്ക് മാപ്പ് ചോദിക്കാം. ഹൃദയത്തിലും മനസ്സിലും ആത്മാവിലും കർത്താവെ, നിന്നെ ഞാൻ സ്നേഹിക്കുന്നുവെന്ന് ഉരുവിട്ടുകൊണ്ട് പറഞ്ഞ് പ്രാർത്ഥിക്കുക. ഈ സമയം ദൈവമേ, അങ്ങുമായിട്ടുള്ള വലിയ ആഴമായിട്ടുള്ള സ്നേഹത്തിലേക്ക് ഇറങ്ങി വരുവാൻ എന്നെ ശക്തിപ്പെടുത്തണമേ. അതിനുള്ള ജ്ഞാനം തരണമേ. അതിനായിട്ടുള്ള പ്രത്യേകമായിട്ടുള്ള ഇടപെടൽ അങ്ങ് എൻ്റെ ജീവിതത്തിൽ നടത്തണമേ എന്ന് ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ഇപ്പം നമുക്ക് ഈ ഒരു അനുഗ്രഹത്തിനായിട്ട് ഈശോയുടെ ഒരു ആശീർവാദവും സ്വീകരിക്കാം.